CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരമംഗലം വെളിയങ്കോട് റോഡിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ 2.5 കിലോഗ്രാം കഞ്ചാവുമായി പെരുമ്പടപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശി 45 വയസ്സുള്ള അൻവർ മിയയാണ് പിടിയിലായത്. SHO CV ബിജുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കുന്നംകുളത്ത് KSRTC ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ടൗൺഹാൾ റോഡിൽ പഴയ ട്രഷറിക്ക് സമീപത്തായിരുന്നു അപകടം. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുന്നൂർ ഗ്രാമപഞ്ചായത്ത് ആലാപാലം ആധുനിക വാതക ശ്മശാനം നിർമ്മാണോദ്ഘാടനം നടത്തി. അതേസമയം ശ്മശാന രണ്ടാമതും നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി UDF മെമ്പർമാർ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. വടക്കാഞ്ചേരി 1-ാം കല്ല് ബസ് സ്റ്റോപ്പിന് സമീപം ഗൃഹനാഥയുടെ കാലിനു മുകളിൽ ബസ് കയറിയിറങ്ങി. പുതുവീട്ടിൽ 68 വയസ്സുള്ള നബീസയ്ക്കാണ് പരിക്കേറ്റത്. മാലിന്യ നിർമ്മാർജ്ജന സന്ദേശം ഉയർത്തി നഗരഹൃദയത്തിൽ മടേക്കുന്നംകുളം സ്ക്വയർ ഒരുങ്ങി. 80,000 രൂപ ചെലവഴിച്ചാണ് നഗരസഭ ആരോഗ്യ വിഭാഗം മടേക്കുന്നംകുളം നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളറക്കാട് പാടശേഖരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു. അതേസമയം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്നും പന്നിക്ക് ഷോക്കേറ്റതുകൊണ്ടാണ് പന്നി അവശനിലയിലാകാൻ കാരണമെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും അറിയിച്ചു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് 7-ാം തീയതി ചൊവ്വാഴ്ച നടക്കും. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നെല്ലുവായ് പ്രദീപ് നമ്പീശന്റെ നേതൃത്വത്തിൽ തുള്ളൽ സമന്വയം അരങ്ങേറി. ഗരുഡ ഗർവഭംഗം എന്ന കഥയാണ് തുള്ളലിൽ അവതരിപ്പിച്ചത്. ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് സ്റ്റേഷനുകളിൽ ക്രൈം കേസുകൾ ഉൾപ്പെടെ 293 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഡിസംബർ 31 മുതൽ ജനുവരി 1 വരെയുള്ള ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് കേസുകൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 49ാമത് കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 5 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ അരവിന്ദൻ സംവിധാനം ചെയ്യുന്ന പൂതം വരവായി എന്ന ഷോർട്ട് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. SFI പന്നിത്തടം ലോക്കൽ സമ്മേളനം ചിറമനേങ്ങാട് MGM LP സ്കൂളിൽ സജ്ജമാക്കിയ MB ബിജേഷ് നഗറിൽ ചേർന്നു. ഉപജില്ലാതലത്തിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത പുന്നയൂർകുളം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളെ അനുമോദിക്കുന്നതിനുവേണ്ടി പ്രതിഭാ സംഗമം നടത്തി. കുന്നംകുളം 5 റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നശിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. കമ്പനിപ്പടിയിലുള്ള നാഴികത്ത് ഭാസ്കരൻ നായർ സ്മാരക മെമ്മോറിയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹ്യ വിരുദ്ധർ തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ഘടക സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളം മണ്ഡലത്തിലെ ആദ്യ സമ്മേളനം കടവല്ലൂർ ലോക്കൽ കമ്മിറ്റിയിലെ കടവല്ലൂർ വെസ്റ്റ് ബ്രാഞ്ചിൽ വെച്ച് നടന്നു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷിയാളൂർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ചവർക്ക് ഇന്ത്യൻ ജനത മാപ്പു തരില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G പിഷാരടി. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ നയിച്ച ജയ് ഭീം നൈറ്റ് മാർച്ച് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കുന്നംകുളം മേലെപ്പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ 50ാം വാർഷിക പെരുന്നാളിന്റെയും പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് കാതോലിക്ക ബാവയുടെ 61ാം ഓർമ്മ പെരുന്നാളിന്റെയും ശുശ്രൂഷകൾ നടന്നു. കറുകപ്പുത്തൂർ തിരുമിറ്റക്കോട് പെരിങ്ങന്നൂർ ചേലിക്കാട്ടിൽ തറവാട് കുടുംബസംഗമം പെരിങ്ങന്നൂരിലെ തറവാട്ട് വീട്ടിൽ നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധയിന പരിപാടികൾ നടത്തി. തൃശൂർ ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2024 സംഘടിപ്പിച്ചു. CHM കുഴിങ്ങരയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഇശൽ മഷ്ഹൂർ മ്യൂസിക് സന്ധ്യയും സംഘടിപ്പിച്ചു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് ജനുവരി 5 ഞായറാഴ്ച രാവിലെ കാരുണ്യം ഓഫീസിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.